പൊന്നാനി കടൽ തീരത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നഗരസഭയുടെ നീക്കത്തിന് തുറമുഖ വകുപ്പിന്റെ നിസ്സഹകരണം. ഭൂമി വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ നീളുന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് തടസ്സമാകുന്നത്. ഒഴിവു ദിനങ്ങളിലും ആഘോഷവേളകളിലും നിരവധി സഞ്ചാരികൾ എത്തുന്ന പൊന്നാനി കടൽ തീരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പൊന്നാനി നഗരസഭ തയ്യാറായിട്ടും തുറമുഖ വകുപ്പിന്റെ നിസ്സഹകരണം തടസ്സമാകുന്നു. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി വിനോദോപാധികളും ടോയ്ലറ്റ് കോംപ്ലക്സും ഉൾപ്പെടെ നിർമ്മിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിരുന്നത്. കൂടാതെ കടൽ തീരം ആകർഷണീയമാക്കുന്നതിനായുള്ള പദ്ധതിക്കും രൂപം നൽകിയിരുന്നു. കടൽ തീരം തുറമുഖ വകുപ്പിന്റെ അധീനതയിലായതിനാൽ 10 സെന്റ് സ്ഥലത്തിനായി പെർമിസീവ് സാങ്ഷൻ ആവശ്യപ്പെട്ട് നഗരസഭ കത്തയക്കുകയും വിഷയത്തിൽ MLA നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സ്ഥലം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തുറമുഖ വകുപ്പ് നിസ്സഹകരണം തുടരുകയാണ്. ഭാരതപ്പുഴയും അറബിക്കടലും സംഗമിക്കുന്ന പൊന്നാനി കടൽ തീരം ടൂറിസത്തിന് ഏറെ പ്രാധാന്യമുള്ള ഇടമെന്നിരിക്കെയാണ് തുറമുഖ വകുപ്പിന്റെ നിസ്സഹകരണം ടൂറിസം പദ്ധതിയെ പിന്നോട്ടടിക്കുന്നത്. PGTV ന്യൂസ് പൊന്നാനി. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ തിരൂർ.